സർവമായ കിടിലം പടം. കിടിലം പടം എന്ന് വെച്ചാൽ അമ്മാതിരി കിടിലം പടം. ഞാൻ വെറുതെ പറയുന്നില്ല. ഈ അടുത്തൊന്നും ഇങ്ങനത്താനൊരു പടം ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ ചിലർ പറയും പടം കോമഡിയാണ്, ചിലർ പറയും പടം ഹൊറർ കോമഡിയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത് പക്ക ഒരു ഫീൽ ഗുഡ് പടമാണ്. കോമഡി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഹൊറർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഇത് സത്യം പറഞ്ഞാൽ ഒരു അന്യായ ഫീൽ ഗുഡ് പടമാണ്. അതായത് ഈ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള അഖിൽ സത്യൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ കേട്ടായിരുന്നു. ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പടം നല്ല ഫ്രഷ്നെസ്സോടെ കാണാൻ പറ്റണം. അതായത് ഏത് ആൾക്കാർക്കും എപ്പം വേണമെങ്കിലും കാണാൻ പറ്റുന്ന നമ്മളൊരു കംഫർട്ട് സോൺ മൂവി എന്നല്ല പറയില്ലേ, അതാണ് സത്യം പറഞ്ഞാൽ സർവമായ. നിങ്ങളിപ്പം 5 വയസ്സിലൊരു കുട്ടിയാണെങ്കിലും 10-90 വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിലും ഈ പടം നിങ്ങൾക്ക് രണ്ടാക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റും. ഈ 5 വയസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുമെന്നറിയില്ല, എന്നിരുന്നാലും ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും പടം നല്ല പോലെ കണക്റ്റാവുന്ന ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് പടം എടുത്തു വെച്ചിട്ടുള്ളത്. പടത്തിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം പക്ക കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ വെർബൽ കോമഡി ഭയങ്കര കുറവാണ്. കൂടുതലും ഈ സിറ്റുവേഷൻ കോമഡീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും എന്ന് പറഞ്ഞാൽ ഈ പടം മൊത്തത്തിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും ഇവർ ഡബിൾ മീനിങ്ങോ ഈ ബോഡി ഷേമിങ് പരിപാടിയോ അങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഇവരങ്ങനെ ഒരു പരിപാടി യൂസ് ചെയ്തിട്ടില്ല. എങ്ങനെ ഇവർ ഈ കോമഡി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. പടം തുടങ്ങിയേരം തൊട്ട് ചിരിക്കാൻ തുടങ്ങിയാണ്. ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും പടം കണ്ട് സന്തോഷിക്കാണ്ടിരിക്കുന്നില്ല. തിയേറ്റർ മൊത്തം ചിരിക്കുന്നു. ഓരോ കോമഡിക്കും തിയേറ്റർ മൊത്തം ചിരിക്കുന്നു. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും പടത്തിനുള്ളിൽ ഇന്നാണ്. പിന്നെ പടം കഴിയുന്നത് വരെ, അതായത് പടം കഴിയുന്നതൊക്കെ പറഞ്ഞാൽ നല്ലൊരു കിടിലം ക്ലോഷറാണ്. ഒരു കറക്റ്റ് ഒരു ഇത്രയും നല്ലൊരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു എൻഡിങ് എനിക്ക് കുറേ കാലമായിട്ടൊന്നും കിട്ടിയില്ല. പടം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, ഫുൾ ഫണ്ണായിരിക്കും. അത്യാവശ്യം നല്ലോണം ഇമോഷണൽ കണക്ട് കിട്ടും. ചില സമയത്തൊക്കെ നമ്മൾ കരയും. അങ്ങനെ എടുത്തു പറയുന്ന ഒരുപാട് നല്ല കിടില മൊമെൻറ്റ്സ് നൽകിയ ഒരു പെർഫെക്റ്റ് മൂവി എന്ന് വേണം പറയാം. നിവിൻ ഫിലിമോഗ്രാഫിയിൽ എനിക്ക് തോന്നുന്നു ഈ മൾട്ടിപ്പിൾ വാച്ചിന് പറ്റുന്ന ഇഷ്ടംപോലെ പടങ്ങളുണ്ടെങ്കിലും ഈ പടം എനിക്ക് തോന്നുന്നു അതിൽ ടോപ്പിൽ കിടക്കും. കാരണം എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈ പടം നമുക്ക് കാണാം. ഇപ്പോൾ ഈ പടത്തിൻ്റെ സ്റ്റോറി അറിയാമെങ്കിലും ഈ പടത്തിൽ ഇപ്പോൾ ട്രെയിലറിനോ സോങ്ങെന്നോ പോസ്റ്റേഴ്സിനോ ഒന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു എലമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് തിയേറ്ററിലെത്തി പടം തുടങ്ങി കുറച്ച് നാൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതറിഞ്ഞാൽ പോലും ഈ പടം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാം. അത് തിയേറ്ററിനാണെങ്കിലും ഇനിയിപ്പോൾ OTT വന്നു കഴിഞ്ഞാലാണെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ പടം നിങ്ങൾക്ക് കാണാം. ഒരു പ്രാവശ്യം പോലും എനിക്ക് തോന്നുന്നില്ല ഈ പടം നമുക്ക് മടുപ്പടിക്കുന്നു. ഈ പടം കണ്ടിറങ്ങുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പറയുന്നത്, ഈ പടത്തിൽ ഒരു സ്ഥലത്ത് പോലും അനാവശ്യമായിട്ട് കുത്തിക്കരുന്ന കുറേ തമാശകൾ, ഈ ചളിയടിക്കൽ, അല്ലെങ്കിൽ ഈ ഓരോരാളൊക്കെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കില്ല, അങ്ങനെ ഒന്നുമില്ല. മാത്രമല്ല ഈ സിഗരറ്റ് കള്ളുകൂടി അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു പടം ഒരുപാട് കാലമായി ഞാൻ കണ്ടിച്ചു. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു പടം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു ഏജ് കാറ്റഗറിയിലെ ആൾക്കാരാണെങ്കിലും ഈ പടം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഫാമിലിനെയും കൂട്ടി പടം കാണാൻ പോവാം. ഒരു തരത്തിലും നിങ്ങൾ രക്ഷപ്പെടില്ല. പിന്നെ ഇത് നിവിൻ്റെ കംബാക്കാന്നും അല്ലയൊന്നുമില്ല. അയാളെ കയ്യിൽ സത്യം പറഞ്ഞാൽ മരുന്നുണ്ട് എന്ന് പറയില്ലേ, എല്ലാം. അത് കോമഡി ആയിക്കഴിഞ്ഞാലും ഈ സാഡായിട്ടുള്ള സിറ്റുവേഷനിൽ ഇമോഷണൽ പരിപാടി ചെയ്യുന്ന ആയിക്കഴിഞ്ഞാലും അയാൾക്ക് നല്ല കിടിലനായിട്ട് അഭിനയിക്കാൻ അറിയാം. അയാളുടെ ഉള്ളിലെ ഒരു ആക്ടറിനെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരാൾ അയാളെപ്പോഴും ഇല്ലയെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൈമ കിട്ടിയ ഇതുപോലെ ഇരിക്കും. അഖിൽ സത്യൻ്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പാച്ചു അത്ഭുതങ്ങൾക്കിനെക്കാളും എത്ര വീട്ടിലും പടമാണ്. അയാൾ അച്ഛൻ്റെ പാത കറക്റ്റായിട്ട് പിന്തുടരുന്നുണ്ട്. പണ്ടത്തെ നമുക്ക് ഈ സത്യനന്ദിക്കാട് പടം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, ഒരു ഗ്രാമത്തിലെത്തിയാലും ഒരു കുളിർമ എന്നൊക്കെ പറയില്ലേ, ഒരു കാറ്റടിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഫീല്, അത് ഈ പടത്തിൽ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അജു വർഗീസിൻ്റെ കാര്യമായി കഴിഞ്ഞാലും ഇതിൽ നിങ്ങളറിയാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അവരായി കഴിഞ്ഞാലും നല്ല കിടിലനായി. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പടം. ഇപ്പോൾ ഈ വർഷം കഴിയാനായി. എന്നാലും ഞാൻ പറയുന്നു, ഈ ഒരു കൊല്ലത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഫീൽ ഗുഡ് എന്ന ജാനറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയാണ്. ഇനി അത് വേറെ ഏത് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഈ പടം എനിക്ക് തിയേറ്ററിൽ തന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. അത് വേറൊരു പടത്തിനും ഇക്കൊല്ലം ഈ അടുത്തൊന്നും എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒപ്പരം പടം കണ്ടവരും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞത്. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് പറയാം. എന്തായാലും എല്ലാവരും പടം മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.